മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോന്നാണ് എൻ്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള അതിന് ഒരു മോല് നടക്കരുന്നേ. പാവം. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം. പപ്പടമായിരുന്നു ഉദ്ദേശിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നുണ്ട്. ഇപ്പോഴത് പോരല്ലേ? ഓ, അതുള്ളത് ഇല്ലാത്തൊക്കെ ഒരേപോലെ. അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നത്. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണമെന്ന്. എങ്ങനെ? ഇതിൻ്റെയൊക്കെ അവസാനമല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാണ് ചിന്തിക്കുന്നതല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ വല്ല നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മള് ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പൊ ഞാൻ ഇവളുടെ മനസ്സിൽ കയറി, പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ല. പാവം. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളതെടുത്ത് കഴിക്കണം. എന്നാ പറ്റിയ? ഇത് ചേച്ചിയാണോ എടുത്തു കൊടുത്തത്? ഞാൻ ഇവിടെ തുടച്ചോണ്ടിരുന്ന പച്ചാൻ ഭയങ്കരമായിട്ട് ഞരങ്ങും മൂളം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് വെച്ചെന്നേ. ഇത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുള്ളൂ പറഞ്ഞതല്ലേ ചായ? ഈ കഞ്ഞി കുടിക്കുന്നോ ബാക്കി? ഞാൻ ഇത് കളഞ്ഞേക്കട്ടെ? ഇത്ര മതിയോ? ഞാൻ പോട്ടെ ചേ, നാളെ രാവിലെ വരാം. ബെൽ, ഹായ്. കഴിഞ്ഞോ? പോവാണോ? ഇന്നത്തെ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്ന് റെഡ് ഡബ്ബയിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് കൊടുത്തേ. ഒരു ഗെയിമിന് വരണോ? ഇന്ന് വേണ്ട, നാളെ. ഓക്കെ, ബൈ. ബൈ. അച്ഛാ, എന്തു പറ്റി?
അച്ഛാ ആ ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ അയ്യോ ഇത്രയും കുറവാണെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യാ? ഷുഗർ കുറവായതിൻ്റെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും. തൽക്കാലം അടുക്കളയിൽ നിന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടേ അച്ചായനെ കൊടുക്കേ. അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പിടാനുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പൊ അതുവരെ ഞാനിപ്പോ ഇല്ലേ, ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ചെല്ലട്ടെ, പെട്ടെന്ന് വരാം. എന്തായി? ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട്. നീ ഒരെണ്ണം കൊണ്ടുണ്ട്, അത് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല, ഇപ്പൊ സ്റ്റേബിളാ. രാത്രി എന്തെങ്കിലും പറ്റിയാലോ? ആ രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റുകയില്ല. നല്ല ശ്രദ്ധ ഉണ്ടാവണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ബെല്ലിന്ന് ഇവിടെ നിന്നോ, വീട്ടിലേക്ക് വിളിച്ചു പറ വരില്ലാന്ന്. ബെൽത്താസർ ഉണ്ടോ? ഉണ്ട്. ആരാണ്? ജിജി മോൾ, ബെൽത്താസറിന്റെ ഫ്രണ്ടാ. ഓ മനസ്സിലായി. എങ്ങനെ? ഉച്ചയ്ക്ക് ബെല്ലിനെ വിളിച്ചിരുന്നല്ലേ? ആ വരൂ. ബെൽ. ജിജിമോൾ. ജിജിമോൾ ഭയങ്കര സുന്ദരിയാണല്ലോ. സുന്ദരിയൊക്കെയാണ്, പക്ഷെ എന്നാ ചെയ്യാനാ? ഇരിക്കും, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ വിളിച്ചപ്പോൾ ഞാൻ ബൈക്കിലായിരുന്നു. കവലയിൽ ഞാൻ കുറേ നേരം നിന്നായിരുന്നു. അയ്യോ, ഇതാ ഫയലും. ഞാൻ ഇറങ്ങിയതാ അങ്ങോട്ട്, പക്ഷെ അപ്പോഴാ അച്ഛന് കൂടുതലായി. പിന്നീട് ട്രിപ്പിളിലും പരിപാടിയൊക്കെ ആയിട്ട് ആകെ. ഓ അപ്പോൾ ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് ഇപ്പോൾ. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാനെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. എന്നിട്ട് അച്ഛനെവിടെ? ആ മുറില വാ. നിന്റെ മാഡം എത്ര സൂപ്പറാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയാവുന്നുണ്ടേ. എന്നതിന്? എടി അവരൊക്കെ വേറെ ലെവൽ ആൾക്കാരാ, നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ ബെല്ലെന്നുള്ള ആ വിളി കേട്ടാ അങ്ങനെ തോന്നത്തില്ലല്ലോ. ഇതാ ചാൻ. ഇങ്ങനെ കിടക്കത്തേ ഉള്ളോ? ബെഡിൽ ഒരു സ്വിച്ച് ഒക്കെ എണീറ്റിരിക്കും. വാ. ഇതെന്നതാ? അത് ചാനെന്നെ വിളിക്കാനുള്ളൊരു സെറ്റപ്പ്. അതിന് നീ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാകത്തില്ലേ? എപ്പോഴും കൂടെ ഉണ്ടെന്ന് വെച്ച് പുള്ളിക്ക് ഒച്ചെടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു ചോദ്യങ്ങളുണ്ട്. വന്നേ നീ. ആരുടെ ഐഡിയ? എൻ്റെ തന്നെ. അപ്പച്ചക്കന് ബുദ്ധിയൊക്കെ ഉണ്ടോ? ഒരുപാട്. ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഓടിച്ചില്ലേ ശരിയാവില്ല ചേച്ചി, ഉഴപ്പിൻ്റെ ഉസ്താദാ. ഏയ്, നമ്മളൊരു പിടിയിട്ട തീരാന്ന് ഉഴപ്പിക്കുള്ളൂ. പേടിക്കണം. എന്നാ നമുക്ക് ഇറങ്ങാം. അല്ല, എനിക്കിന്ന് ഇവിടെ നിൽക്കണം. അച്ഛന് ട്രിപ്പ് ഇട്ടേക്കുമല്ലേ? സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇറങ്ങുവാണ് ചേച്ചി. ഇത്ര പെട്ടെന്നോ? വീട്ടിൽ അനിയത്തി ഒറ്റയ്ക്ക. ചേച്ചി മോളെ, ഒരു 20 മിനിറ്റ്സ് ആണ്. ഈ ട്രിപ്പ് തീരുമ്പോഴത്തേക്ക് ഞാൻ എത്തിയേക്കാം. ഓക്കെ. വാ. ശരി ചേച്ചി. ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയിക്കൂടെ? ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം. എൻ്റെ പൊന്ന് ജിജി, ഒന്ന് വന്നേ വേഗം.
അച്ഛാ ഓക്കെ. മിടുക്കനാട്ടോ. വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ? ഓ എനിക്കിപ്പോൾ ആ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അതെന്താ? മാഡം എപ്പോഴും ഇങ്ങനെ അടുത്തുണ്ട്. മാഡം ഒന്നും വേണ്ട, സെലേന അത് മതി. എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോൾ ഭയങ്കര രസമാണ്. സെലന എന്നുള്ള പേര് തന്നെ എന്നാ ഭംഗിയാ. എൻ്റെ മമ്മി ഇട്ട പേരായത്. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, തന്നെ പോലെ ഒരാൾ. അയാളാ എനിക്ക് ഈ പേരിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. സെലേന എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ്, ചന്ദ്രദേവത. അങ്ങനെയാണെ മമ്മി അറിഞ്ഞിട്ട പേരാ. ഇത് നോക്കിയേ, ആകാശത്തൊരു റാണിയെ പോലെ സൂചിച്ചങ്ങ് നിൽക്കല്ലേ അവള്. സംഭവം ഇവിടെ നോക്കുമ്പോൾ റാണിയാണ് സൂചിച്ച് നിൽക്കുക എന്നൊക്കെ തോന്നും. അടുത്ത് വന്നാലും സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്നാ ശൂന്യതയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ, കുറേ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട്. അതിനെ രാജാവ് വീണുപോയതുകൊണ്ടാണോ ഒറ്റപ്പെട്ട് നിൽക്കാന്നൊക്കെ പറയുന്നത്? അച്ഛനെയാണോ ബലരാജ എന്ന് ഉദ്ദേശിച്ചത്? ആ അറബിടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരാണ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. 1 മാസം മുമ്പ് വരെ എൻ്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിൻ്റെ. അങ്ങനൊക്കെ ചെയ്യുമോ അയാൾ? ചെയ്യുമെന്നോ? അങ്ങേരുടെ പേക്കൂത്തില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തനിക്കറിയോ, ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പായിരിക്കും. ചുമ്മാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്നതൊക്കെ ഞാനല്ല. എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തത്. അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഒരു റാണിയാകുമ്പോ ഒരു കാലാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എങ്കിൽ ഞാൻ ഡിന്നർ റെഡിയാക്കിയിട്ട് വരാം. ഡിന്നറിന് എന്താ വേണ്ടത് തനിക്ക്? ഇന്നലെ 5-ന്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതെയോ? എന്നാ എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അതങ്ങെടുത്തോ.